ശമൂവേൽ അധ്യായം 20. ദാവീദ് റാമയിലെ നയ്യോത്തിൽ നിന്ന് ഓടിപ്പോയി യോനാഥാന്റെ അടുക്കൽ ചെന്നു. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കുറ്റം എന്ത്? നിന്റെ പിതാവ് എന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു. അദ്ദേഹത്തോട് ഞാൻ ചെയ്ത പാപം എന്തെന്ന് ചോദിച്ചു. അവനോട് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, നീ മരിക്കയില്ല. എൻ്റെ പിതാവ് എന്നെ അറിയിക്കാതെ വലുതോ ചെറുതോ യാതൊന്നും ചെയ്യുകയില്ല. പിന്നെ ഈ കാര്യം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുവാൻ കാരണം എന്ത്? അങ്ങനെ വരികയില്ല എന്ന് പറഞ്ഞു. ദാവീദ് പിന്നെയും അവനോട്, എന്നോട് നിനക്ക് സ്നേഹമാകുന്നുവെന്ന് നിന്റെ പിതാവ് നല്ലവണ്ണം അറിയുന്നതിനാൽ യോനാഥാൻ ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവൻ ഇത് ഗ്രഹിക്കരുത് എന്ന് അവൻ വിചാരിക്കുന്നു. എന്നാൽ കർത്താവാണേ, നിന്നാണേ, എനിക്ക് ത്തിനും മധ്യേ ഓടിയ അകലം മാത്രമേ ഉള്ളൂ. എനിക്കും മരണത്തിനും മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്ന് സത്യം ചെയ്തു പറഞ്ഞു. അപ്പോൾ യോനാഥാൻ ദാവീദിനോട്, നിന്റെ ആഗ്രഹം എന്ത്? ഞാൻ അത് ചെയ്തു തരും എന്ന് പറഞ്ഞു. ദാവീദ് യോനാഥാനോട് പറഞ്ഞു, നാളെ അമാവാസിയാകുന്നു. ഞാനും രാജാവിനോടുകൂടെ ഭോജനത്തിന് ഇരിക്കേണ്ടതല്ലോ. എങ്കിലും മറ്റന്നാൾ സന്ധ്യ വരെ വയലിൽ ഒളിച്ചിരിപ്പാൻ എനിക്ക് അനുവാദം തരണം. നിന്റെ പിതാവ് എന്നെ കാണാഞ്ഞിട്ട് അന്വേഷിച്ചാൽ ദാവീദ് സ്വന്തം നഗരമായ ബേത്ലഹേമിലേക്ക് ഒന്ന് പോയി വരേണ്ടതിന് എന്നോട് കാര്യമായ അനുവാദം ചോദിച്ചു. അവൻ്റെ കുലത്തിന് അവിടെ പ്രതിവർഷ യാഗമുണ്ട് എന്ന് ബോധിപ്പിക്കണം. കൊള്ളാമെന്ന് അദ്ദേഹം പറഞ്ഞാൽ അടിയനും ശുഭം. അല്ല, കോപിച്ചാൽ അവൻ ദോഷം നിർണയിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളണം. എന്നാൽ അങ്ങ് അടിയനോട് ദയ ചെയ്യണം. അടിയനുമായി ദൈവത്തെ സാക്ഷിയാക്കി സഖ്യം ചെയ്തിട്ടുണ്ടല്ലോ. വല്ല കുറ്റവും എന്നിൽ ഉണ്ടെങ്കിലോ അങ്ങ് തന്നെ എന്നെ കൊല്ലുക. പിതാവിൻ്റെ അടുക്കൽ എന്നെ കൊണ്ടുപോകുവാൻ എന്താവശ്യം? അതിന് യോനാഥാൻ, അങ്ങനെ നിനക്ക് വരാതിരിക്കട്ടെ. എൻ്റെ അപ്പൻ നിനക്ക് ദോഷം വരുത്തുവാൻ ഉറച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ അറിയിക്കാതിരിക്കുമോ എന്ന് പറഞ്ഞു. ദാവീദ് യോനാഥാനോട്, നിന്റെ പിതാവ് നിന്നോട് കഠിനമായി ഉത്തരം പറഞ്ഞാലോ ആർ എന്നെ അറിയിക്കും എന്ന് ചോദിച്ചു. യോനാഥാൻ ദാവീദിനോട്, വരൂ, നമുക്ക് വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അവർ ഇരുവരും വയലിലേക്ക് പോയി. പിന്നെ യോനാഥാൻ ദാവീദിനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സാക്ഷി, നാളെ ഈ നേരത്തോ മറ്റന്നാളോ എൻ്റെ പിതാവിൻ്റെ മനസ്സറിഞ്ഞ് നിനക്ക് ഗുണമെന്ന് കണ്ടാൽ ഞാൻ ആളയച്ച് നിന്നെ അറിയിക്കാം. എന്നാൽ നിന്നോട് ദോഷം ചെയ്യുവാനാകുന്നു എൻ്റെ പിതാവിൻ്റെ ഭാവമെങ്കിൽ ഞാൻ അത് നിന്നെ അറിയിച്ച് നീ സമാധാനത്തോടെ പോകേണ്ടതിന് നിന്നെ പറഞ്ഞയക്കാതിരുന്നാൽ ദൈവം യോനാഥാനോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ. ദൈവം എൻ്റെ പിതാവിനോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കുമാറാകട്ടെ. ഞാൻ ഇനി ജീവനോടിരിക്കുമെങ്കിൽ ഞാൻ മരിക്കാതെ വണ്ണം കർത്താവിൻ്റെ ദയ നീ കാണിക്കേണ്ടതിന് എന്നോട് മാത്രമല്ല
എൻ്റെ ഗ്രഹത്തോടും നിന്റെ ദയ ഒരിക്കലും ഇല്ലാതാകരുത്. ദൈവം ദാവീദിന്റെ ശത്രുക്കളെ മുഴുവനും ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയുന്ന കാലത്തും അറ്റുപോകരുത്. ഇങ്ങനെ യോനാഥാനും ദാവീദിന്റെ ഗ്രഹത്തോട് സഖ്യം ചെയ്തു. ദാവീദിന്റെ ശത്രുക്കളോട് കർത്താവ് ചോദിച്ചു കൊള്ളും. യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ ദാവീദിനെ സ്നേഹിക്കയാൽ തന്നോടുള്ള സ്നേഹത്തെ പ്രതി അവനെ കൊണ്ട് പിന്നെയും സത്യം ചെയ്യിച്ചു. പിന്നെ യോനാഥാൻ ദാവീദിനോട് പറഞ്ഞു, നാളെ മാസാരംഭമാകുന്നുവല്ലോ. നിന്റെ ഇരിപ്പിടം ഒഴിഞ്ഞിരിക്കുമ്പോൾ നീ അന്വേഷിക്കപ്പെടും. 3 നാഴിക കഴിഞ്ഞിട്ട് കാര്യം നടന്ന അന്ന് നീ ഒളിച്ചിരുന്ന സ്ഥലത്തേക്ക് നാളെ ഇറങ്ങി വന്ന് ഏസൽ കല്ലിൻ്റെ അരികെ കാത്തിരിക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ മറുവശത്ത് ഒരു ലക്ഷ്യം വെച്ച് എയ്യുന്ന ഭാവത്തിൽ 3 അമ്പ് എയ്യും. നീ പോയി അമ്പ് നോക്കി എടുത്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞ് ഒരു ഭൃത്യനെ അയക്കും. അമ്പുകൾ നിന്റെ ഇപ്പുറത്ത് ഇതാ എടുത്തു കൊണ്ടുവരിക എന്ന് ഞാൻ ഭൃത്യനോട് പറഞ്ഞാൽ നീ പുറത്തു വരിക. കർത്താവാണേ നിനക്ക് ശുഭമല്ലാതെ മറ്റൊന്നും വരികയില്ല. എന്നാൽ ഞാൻ ഭൃത്യനോട്, അമ്പ് നിന്റെ അപ്പുറത്ത് ദൂരെ എന്ന് പറഞ്ഞാൽ നിന്റെ വഴിക്ക് പോയിക്കൊള്ളണം. ദൈവം നിന്നെ പറഞ്ഞയച്ചിരിക്കുന്നു. ഞാനും നീയും തമ്മിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ കർത്താവ് എനിക്കും നിനക്കും മധ്യേ എന്നേക്കും സാക്ഷി. ഇങ്ങനെ ദാവീദ് വയലിൽ ഒളിച്ചു അമാവാസിയായപ്പോൾ രാജാവ് ഭോജനത്തിനിരുന്നു. രാജാവ് പതിവ് പോലെ ചുവരിനരികെയുള്ള തൻ്റെ സിംഹാസനത്തിന്മേൽ ഇരുന്നു. യോനാഥാൻ എഴുന്നേറ്റു നിന്നു. അബീനേർ ശൗലിൻ്റെ അരികെ ഇരുന്നു. ദാവീദിന്റെ സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നു. അന്ന് ശൗൽ ഒന്നും പറഞ്ഞില്ല. അവൻ എന്തോ സംഭവിച്ചു. അവന് ശുദ്ധിയില്ലായിരിക്കും. അതേ, അവൻ ശുദ്ധനല്ല എന്ന് അവൻ വിചാരിച്ചു. അമാവാസിയുടെ പിറ്റേ ദിവസവും ദാവീദിന്റെ സ്ഥലം ഒഴിഞ്ഞു കിടന്നു. ശൗൽ തൻ്റെ മകനായ യോനാഥാനോട്, ഇശ്ശായിയുടെ മകൻ ഇന്നലെയും ഇന്നും ഭോജനത്തിന് വരാതിരിക്കുന്നതെന്തെന്ന് ചോദിച്ചു. യോനാഥാൻ ശൗലിനോട്, ദാവീദ് ബെത്ലഹേമിൽ പോകുവാൻ എന്നോട് കാര്യമായ അനുവാദം ചോദിച്ചു. ഞങ്ങളുടെ കുടുംബത്തിന് പട്ടണത്തിൽ ഓരോ യാഗമുള്ളത് കൊണ്ട് എന്നെ വിട്ടയക്കണമേ. എൻ്റെ ജ്യേഷ്ഠൻ തന്നെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സഹോദരന്മാരെ ചെന്ന് കാണുവാൻ അനുവദിക്കണമേ എന്ന് പറഞ്ഞു. അതുകൊണ്ടാകുന്നു അവൻ രാജാവിൻ്റെ ഭോജനത്തിന് വരാതിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശൗലിൻ്റെ കോപം യോനാഥാന്റെ നേരെ ജ്വലിച്ചു. അവനോട്, വക്രതയും ദുശ്ശാഠ്യവും ഉള്ളവളുടെ മകനായ നിന്റെ സ്വന്തം ലജ്ജയ്ക്ക് നിന്റെ അമ്മയുടെ നഗ്നതയുടെ ലജ്ജയ്ക്കുമായി നീ ഇശ്ശായിയുടെ മകനോട് കൂടി നിൽക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടയോ? ഇശ്ശായിയുടെ മകൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തൊരിക്കലും നീയും നിന്റെ രാജ്യത്വവും ഉറക്കയില്ല. ഞാൻ ഉടനെ ആളയച്ച് അവനെ എൻ്റെ അടുക്കൽ വരുത്തും. അവൻ മരണയോഗ്യനാകുന്നു എന്ന് പറഞ്ഞു. യോനാഥാൻ പിതാവായ ശൗലിനോട്, അവനെ എന്തിനു കൊല്ലുന്നു? അവൻ എന്തു ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ ശൗൽ
അവനെ കൊല്ലുവാൻ അവൻ്റെ നേരെ കുന്തം എറിഞ്ഞു. അതിനാൽ തൻ്റെ അപ്പൻ ദാവീദിനെ കൊല്ലുവാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് യോനാഥാൻ അറിഞ്ഞു. യോനാഥാൻ അതികോപത്തോടെ ഭോജനത്തിൽ നിന്നെഴുന്നേറ്റു. അമാവാസിയുടെ പിറ്റേന്നാൾ ഭക്ഷണം ഒന്നും കഴിച്ചതുമില്ല. തൻ്റെ പിതാവ് ദാവീദിനെ അപമാനിച്ചതുകൊണ്ട് അവനെക്കുറിച്ച് അവൻ വ്യസനിച്ചിരുന്നു. പിറ്റേന്നാൾ രാവിലെ ദാവീദുമായി നിശ്ചയിച്ചിരുന്ന സമയത്ത് യോനാഥാൻ ഒരു ചെറിയ ഭൃത്യനോടുകൂടെ വയലിലേക്ക് പോയി. അവൻ തൻ്റെ ഭൃത്യനോട് ഓടിച്ചെന്ന് ഞാൻ എയ്യുന്ന അമ്പ് എടുത്തുകൊണ്ടുവരൂ എന്ന് പറഞ്ഞു. വേലക്കാരൻ ഓടുമ്പോൾ അവൻ്റെ അപ്പുറത്തേക്ക് ഒരമ്പെയ്തു. യോനാഥാൻ എയ്ത അമ്പ് വീണയിടത്ത് ഭൃത്യൻ എത്തിയപ്പോൾ യോനാഥാൻ അവനോട് അമ്പ് നിന്റെ അപ്പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെ യോനാഥാൻ ഭൃത്യനോട് ഓടി വരിക, നിൽക്കരുത് എന്ന് വിളിച്ചു പറഞ്ഞു. യോനാഥാന്റെ ഭൃത്യൻ അമ്പുകൾ പെറുക്കി യജമാനന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാൽ യോനാഥാനും ദാവീദും അല്ലാതെ ഭൃത്യൻ കാര്യമൊന്നും അറിഞ്ഞില്ല. പിന്നെ യോനാഥാൻ തൻ്റെ ആയുധങ്ങൾ ഭൃത്യൻ്റെ പക്കൽ കൊടുത്തു. പട്ടണത്തിലേക്ക് കൊണ്ടുപോക എന്ന് പറഞ്ഞു. ഭൃത്യൻ പോയ ഉടനെ ദാവീദ് കല്ലിൻ്റെ അടുക്കൽ നിന്ന് എഴുന്നേറ്റു വന്നു. 3 പ്രാവശ്യം സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവർ തമ്മിൽ ചുംബനം ചെയ്തു കരഞ്ഞു. ദാവീദോ ഉച്ചത്തിൽ കരഞ്ഞുപോയി. യോനാഥാൻ ദാവീദിനോട്, കർത്താവ് എനിക്കും നിനക്കും എൻ്റെ സന്തതിക്കും നിന്റെ സന്തതിക്കും മധ്യേ എന്നേക്കും സാക്ഷി എന്നിങ്ങനെ നാം ഇരുവരും കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തിരിക്കൊണ്ട് സമാധാനത്താടെ പോക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റു പോയി യോനാഥാൻ പട്ടണത്തിലേക്ക് പോന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറങ്ങോർ.